ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നമുക്ക് രണ്ട് കാര്യങ്ങൾ ക്വാളിറ്റി ആവശ്യമാണെന്ന് വചനം പറയാണ്. ആത്മാവിൽ എളിമ. എളിമ എന്ത് വേണം? എളിമ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആത്മാവിൽ എളിമ എന്ന് പറഞ്ഞാൽ? എനിക്ക് എല്ലാം അറിയാം എന്നും പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചിരിക്കരുത്. ചില ആളുകളുടെ പ്രത്യേകതയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പിന്നെ പണ്ട് തൊട്ട് ഞാൻ കേൾക്കണതാ. മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ, ഇവരെയൊക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. സക്കേവൂസ് മരത്തേ കയറി, പിന്നെ പണ്ട് തൊട്ട് പുള്ളി മരത്തേ കയറുന്നു, കയറട്ടെ. ഇടവക ധ്യാനത്തിനൊക്കെ ചെല്ലുമ്പോഴേ അവർ പറയുന്ന ചില ആളുകളൊക്കെ പറയും, പിന്നെ എല്ലാ വർഷവും ധ്യാനമുണ്ട്. എല്ലാ വർഷവും ധ്യാനമുണ്ട്, എല്ലാ വർഷവും ധ്യാനമുണ്ട്. ഈ ബൈബിള് നീ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. നിന്റെ ഉള്ളില് ഇതൊക്കെ എനിക്കറിയാം എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നോടൊന്നും പറയാനില്ല. ആമേൻ, ആമേൻ. എനിക്കെല്ലാം അറിയാം എന്നുള്ള ചിന്ത നല്ലതല്ലെന്ന്. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. പിന്നെ ദൈവത്തിന് നിന്നോടൊന്നും പറയാനില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ എളിമ എന്ന് പറഞ്ഞാൽ, ദൈവമേ എനിക്കൊരു പിടുത്തം ഇല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ അംഗീകരിക്കണം. ആത്മാവിൽ എളിമയും രണ്ടാമത്തെ എന്താ? അനുതാപം എന്ന് പറഞ്ഞാൽ ഞാൻ തികഞ്ഞ വ്യക്തിയല്ല, എനിക്ക് കുറവുകളുണ്ടെന്ന്. ഐ ആം നോട്ട് ഓക്കെ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ ഐ ആം നോട്ട് ഓക്കെ. നമ്മൾ സാധാരണ പറയണ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഇതാണ് നമ്മൾ വീട്ടിൽ പറയുന്നത്, അല്ലേ? എല്ലാത്തിനും കാരണം, എല്ലാ പ്രശ്നത്തിനും കാരണം നീയാണ്, നീയാണ്, നീയാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. എന്നാൽ ആത്മാവിൽ എളിമ, രണ്ടാമത്തത് അനുതാപം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് കുറവുകളുണ്ടെന്ന്. എനിക്ക് ഐ ആം നോട്ട് ഓക്കെ, എനിക്ക് കുറവുകളുണ്ട്. അല്ലെങ്കിൽ ആരായി മാറും? ഫരിസേയനെ പോലെ ആയിപ്പോവും. ഫരിസേയർക്ക് എപ്പോഴും ഈ ചിന്തയുണ്ട്, അല്ലേ? ഐ ആം ഓക്കെ, ഞാൻ ഓക്കെയാണ്, ഞാനല്ല കാരണം, മറ്റുള്ളവരാണ് കാരണം. ഒരു വചന ശുശ്രൂഷയിൽ ദൈവ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ, ദൈവമേ ഞാൻ ആത്മാവിൽ എളിമയും അനുതാപത്തോടുകൂടി ഞാൻ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കും. ദൈവം പറയണത് നമുക്ക് കേൾക്കാൻ പറ്റും.